അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ ആളുകളും ആദ്യം മുതൽ അവസാനം വരെയും കേൾക്കണമെന്ന വിനയപുരസ്സരം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കേൾക്കുന്ന ആളുകളെല്ലാം ആദ്യം മുതൽ അവസാനം വരെയും ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുകയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവന്റെ മാർഗത്തെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പരമാവധി കേൾക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നും വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തുകയാണ്. പല ആളുകളിലും വിനീതനായ എന്നോട് പേഴ്സണലായി വിളിച്ചുകൊണ്ട് ഭർത്താവിന്റെ ജോലി നന്നാവാൻ, എല്ലാ കാര്യങ്ങളിലും ഒന്ന് സലാമത്തുണ്ടാകാൻ, ജീവിത പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ എന്താണ് ഉസ്താദെ ചെയ്യേണ്ടത്? ഒരുപാട് ദിക്റുകളൊക്കെ ചൊല്ലി ജീവിതത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ല, എന്താണ് ചെയ്യേണ്ടുന്നത് ഉസ്താദെ എന്ന് വിളിച്ച് പല ആളുകളും ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവരോടൊക്കെ ഞാൻ നിർദ്ദേശിച്ചു കൊടുത്ത, മഹാന്മാർ നമ്മൾക്ക് പറഞ്ഞു തന്ന, നമ്മുടെ ഉസ്താദുമാർ ആലിമീങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്ന ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ എന്ത് ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ പോലും ആകാശഭൂമി ലോകത്തിന് താഴെയായിട്ട് അവൻ ഏതൊരു ഉദ്ദേശത്തെയാണ് വീടുന്നതെങ്കിലും, ഏത് ഉദ്ദേശത്തെയാണോ അവന് വീടാനുള്ളതെങ്കിലും, ഈ പറയുന്നത് പോലെ ഒരു മനുഷ്യൻ അവൻ പരിശുദ്ധമായി ആ ദീനുൽ ഇസ്ലാമിൽ ഹലാലായ ഒരു മുറാദ് വെച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യത്തെ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്താൽ അവന്റെ എല്ലാ കാര്യങ്ങളും, അത് അവന്റെ കടബാധ്യതകൾ വീടാനാണെങ്കിൽ അങ്ങനെ, ഭർത്താവിന്റെ ദോഷങ്ങൾ മാറാനാണെങ്കിൽ അങ്ങനെ, ഭർത്താവിന്റെ ബുദ്ധിമുട്ടുകൾ മാറാനാണെങ്കിൽ അങ്ങനെ, പ്രയാസങ്ങൾ മാറിക്കിട്ടാനാണെങ്കിൽ അങ്ങനെ, നല്ല വീടുണ്ടാകാനാണെങ്കിൽ അങ്ങനെ, കച്ചവടങ്ങൾ ലാഭകരമാകാനാണെങ്കിൽ അങ്ങനെ, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവന്റെ ആകാശഭൂമി ലോകത്ത് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതവന് കരകതമാക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ച ഒരു എങ്ങനെ അതിനെ നമുക്ക് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും ഓതാൻ അറിയുന്ന ഒന്നാണ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ എന്ന് പറയുന്നത്. ആ ഒരു സൂറത്ത് യാസീനിനെ, എന്നാൽ ചില മഹാന്മാര് പറയുന്നുണ്ട് ഈ സൂറത്ത് യാസീനിന് ചില പ്രത്യേകതകളുണ്ട്. ആ സൂറത്ത് യാസീൻ ഓതുമ്പോൾ ചില ആളുകൾ സാധാരണ സൂറത്ത് യാസീൻ അത് ഫുള്ളായി പാരായണം ചെയ്യലുണ്ട്, എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ പരിശുദ്ധമായ സൂറത്തുൽ യാസീനിനെ വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസത്തിന്റെ സുബഹി നിസ്കാരത്തിന് ശേഷം 4 പ്രാവശ്യം, ഇത് വെള്ളിയാഴ്ചയല്ല ബാക്കിയുള്ള എല്ലാ ദിവസങ്ങൾ ചെയ്താലും 2 ആഴ്ചക്കാലം ഏകദേശം 14 ദിവസം തുടർച്ചയായിക്കൊണ്ട് മറ്റ് ഇതര സംസാരങ്ങളിൽ ഏർപ്പെടാതെ പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുന്ന ആയത്തെത്തുമ്പോൾ അതിനെ 100 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ബാക്കിയുള്ള സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്ന ആയത്ത് ഓതണം. സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുന്ന ആയത്തെത്തുമ്പോൾ അത് 100 പ്രാവശ്യം അത് ഓതിയതിനു ശേഷം ബാക്കിയുള്ള ആയത്തുകളിലേക്ക് കടക്കണം. ഇങ്ങനെ 4 യാസീൻ സൂറത്ത് ഓതുമ്പോഴും നമ്മൾ സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എത്തുമ്പോൾ അതിനെ 100 പ്രാവശ്യം ഓതിയതിനു ശേഷമായിരിക്കണം ബാക്കിയുള്ള ആയത്തുകളിലേക്ക് നമ്മൾ ഓതേണ്ടുന്നത്. മാത്രമല്ല, ഭർത്താവിന്റെ ദൂഷ്യ സ്വഭാവങ്ങൾ മാറാൻ, കച്ചവടങ്ങൾ നന്നാവാൻ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഇനി യാസീൻ ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ ഒരാള് ചൊല്ലിയാൽ അവന്റെ മുഴുവൻ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ്. എല്ലാ ദുരിതങ്ങളും അല്ലാഹുവിലേക്ക് നമ്മൾ ഏൽപ്പിക്കുകയാണ്. എല്ലാ പ്രയാസങ്ങളെയും അധികാരിയാകുന്ന റബ്ബിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക. അവന്റെ ദിക്റിനാണ്
അവന്റെ വാക്കിലാണ്, അവന്റെ തീരുമാനത്തിലാണ് എല്ലാ സമാധാനങ്ങളുമെന്ന് നമ്മൾ അള്ളാഹുവിനെ അങ്ങ് അംഗീകരിക്കുകയാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. എല്ലാ കാര്യങ്ങളിൽ നിന്നുള്ള രക്ഷ അവനിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ടങ്ങ് അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദിവസം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പൂർണ്ണ ഒളോടുകൂടി നല്ല ശുദ്ധിയോടുകൂടി എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ മനസ്സിൽ കരുതിക്കൊണ്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് ഒരു മനുഷ്യൻ 100 ദിവസം പാരായണം ചെയ്താൽ അവന്റെ കഷ്ടങ്ങൾ മാറിപ്പോകുന്നു, അവന്റെ നഷ്ടങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുന്നു, അവന്റെ പ്രയാസങ്ങളെ അല്ലാഹു തആല വീട്ടിക്കളയുന്നു. അത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തിന് വല്ലാത്ത പവറുണ്ടേ. അപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് ഭർത്താവിന്റെ ദൂഷ്യ സ്വഭാവങ്ങൾ. അതുപോലെ മദ്യപാനിയായ ഭർത്താവാണെന്നുണ്ടെങ്കിൽ 786 ബിസ്മി ആത്മാർത്ഥമായി ചൊല്ലിയതിനു ശേഷം, ഇത് മക്കളിലാണെങ്കിൽ അങ്ങനെ, നമ്മുടെ മക്കൾക്ക് മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ മക്കൾ മറ്റു കൂട്ടുകെട്ടുകളിൽ കെട്ടി അവന് മോശമായ സ്വഭാവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ കണ്ടാൽ ഈ 786 ബിസ്മി നമ്മുടെ മക്കൾ നന്നാകണമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചസാരയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ ഊതി നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ വളരെ മാറ്റമുണ്ടാകുമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മറക്കണ്ട, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുന്ന ഈ ആയത്ത് സുബഹി നിസ്കാരത്തിന് ശേഷം 4 യാസീൻ ഇതേപോലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് എത്തുമ്പോൾ 100 പ്രാവശ്യം ഓതി ബാക്കി പൂർത്തിയാക്കുക. അടുത്ത യാസീനിലും സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് എത്തുമ്പോൾ 100 പ്രാവശ്യം ഓതി ശേഷം അത് പൂർത്തിയാക്കുക. അടുത്ത യാസീനും അങ്ങനെ 4 യാസീനും 400 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം വെച്ച് പൂർത്തിയാക്കിയാൽ അവന്റെ ഏത് ഉദ്ദേശങ്ങളാണ്, നല്ല ജോലി കിട്ടാൻ, എല്ലാ കാര്യങ്ങളും സലാമത്തിലാകാൻ